ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നോമ്പ് 14-ൻ്റെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ മോർണിംഗ് എഴുന്നേറ്റ് പല്ലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്ന് കുറച്ചധികം പണിയുണ്ട് കേട്ടോ. അപ്പോൾ മോർണിംഗ് തന്നെ പണികളൊക്കെ വേഗം ഒരുക്കി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാനിവിടെ മുകളിൽ ഡ്രസ്സ് ആറിടാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അലക്കലും തുടക്കലും അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ രാവിലെ തന്നെ തീർക്കണം. എനിക്കൊരു സ്ഥലം വരെ പോകാനും ഉണ്ട്. സോ പെട്ടെന്ന് തീർക്കാൻ വിചാരിച്ചു. ഡ്രസ്സൊക്കെ വാഷ് ചെയ്തു. അപ്പോൾ ഇനി അതൊന്ന് ആറിയിടാന്ന് വിചാരിച്ച്. ഡ്രസ്സ് കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒക്കെ വാഷ് ചെയ്തു. അപ്പോൾ എന്നതൊക്കെ ഒന്ന് ഉണക്കാനിടാന്ന് വിചാരിച്ചു. നമ്മളിവിടെ ഡ്രസ്സ് ആറിയിടാന്ന് പറയാം കേട്ടോ. നിങ്ങളൊക്കെ എന്താ പറയാന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതങ്ങനെ ഫാസ്റ്റായിട്ട് ചെയ്യാണ്, കാരണം നമുക്ക് ഒരുപാട് പണികളൊന്ന് ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ ആറിയിട്ടതിന് ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതാൻ വേണ്ടി ഇരുന്നു കേട്ടോ. എൻ്റെ ഡയറിയിൽ കുറച്ച് ഡ്രീംസും അതൊക്കെ ഞാൻ എഴുതാനുണ്ടായിരുന്നു. അതൊക്കെ ഹെഡിങ് മാത്രമേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് എഴുതാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. അപ്പോൾ കുറച്ചിങ്ങനെ തിങ്ക് ചെയ്ത് ഇങ്ങനെ എഴുതാട്ടോ. കുറച്ച് വലിയ ഡ്രീംസും ചെറിയ ഡ്രീംസും ഒക്കെ എഴുതുന്നുണ്ട്. പിന്നെ കുറച്ച് കണ്ടൻസൊക്കെ എഴുതാനുണ്ടായിരുന്നു. അതൊക്കെ എഴുതാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിപ്പാണ്. അങ്ങനെ അതിന് ശേഷം ഞാനിതാ അടിച്ചു വരാൻ കേട്ടോ. വേഗം അടിച്ചു വരാൻ വിചാരിച്ചു. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തവരുണ്ടാവും, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്താൽ കയറി ഫോളോ ചെയ്യുക. അതിനങ്ങനെ തുടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് പോകാൻ കഴിയും ഗൈസ്. വേറെ ഇടയില്ല, ഹോസ്പിറ്റലിൽ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പണി തീർത്തിട്ട് വേണം ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം പണിയൊക്കെ തീർത്ത് ഒന്ന് ഫ്രഷായി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സൽവാറാണ് ഇടുന്നത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇറങ്ങി. നല്ല വെയിലായിരുന്നു കേട്ടോ. നല്ല ഉച്ചക്കാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ നല്ല പൊരിയുന്ന വെയിലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ബസ്സിലൊക്കെ കയറി. ഞാനാണെങ്കിൽ ബസ്സിൽ കയറി ഇരുന്നത് കറക്റ്റ് വിൻഡോ സീറ്റിലായിരുന്നു കേട്ടോ. വെയിൽ നല്ല മാതിരി വെയിൽ കൊണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ പല്ല് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ പോയത്. അങ്ങനെ കാണിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വേറൊരു ഹോസ്പിറ്റലിൽ കൂടെ പോയി. അപ്പോഴേക്കാണ് ഇവിടെ ഡോക്ടർ ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് ഞാൻ നേരെ വീട്ടിലോട്ടേക്ക് പോവാണ് കേട്ടോ. വീട്ടിലേക്ക് തിരിച്ച് പോകുമ്പോഴേക്ക് ഈവനിങ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു റോഡിലൊക്കെ പണി നടക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടുള്ള റോഡൊക്കെ കാണാൻ വേണ്ടി നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ആണെങ്കിൽ ഫുള്ള് പൊടിപടലങ്ങളാണ് ഗൈസ് പണി നടക്കുന്നത് കൊണ്ട്. അങ്ങനെ പിന്നെ ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ഒരു കാട് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോവാണ്. ഇനിയിപ്പോൾ ഈവനിങ് ആദ്യം എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി എന്നിട്ട് തിരിച്ച് വീട്ടിലോട്ടേക്ക് പോവാണ്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് എന്നിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ടോ. കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തു. എന്നിട്ട് വീണ്ടും ഞാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പർദ്ദ ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ പർദ്ദ ഇട്ടിട്ടാണോ ഞാൻ വീണ്ടും പോയത് കേട്ടോ. ആ ഒരു ഈവനിങ് ടൈം ആയിരുന്നു വീണ്ടും പോയിട്ടുണ്ടായത്. അപ്പോൾ ആ ടൈമാണ് ഡോക്ടർ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നല്ല വയലിൽ കൂടെ പോകാം കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഈവനിങ് ടൈം ഈ ഒരു വയലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. റിട്ടേൺ വീട്ടിലെത്തുമ്പോഴത്തേക്ക് നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ തന്നെ നോമ്പുറക്കാൻ ഇവിടെ കായപ്പോളിയും പിന്നെ മുന്തിരി ജ്യൂസായിട്ടുണ്ടായത്. അങ്ങനെ അത് രണ്ടും കുടിച്ച് പിന്നെ എന്നിട്ട് വേഗം ഞാൻ അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കാൻ വിചാരിച്ചു. അസൈൻമെൻറ്റ് എഴുതാൻ തുടങ്ങിയിട്ട് കുറേ നാളായി ഗൈസ്. ഇതുവരെ ഒന്നും തീർന്നിട്ടില്ല. ഏറ്റവും ബുദ്ധിമുട്ട് മാർജിൻ വരക്കാണ് കേട്ടോ. മാർജിൻ വരച്ചൊരു വകയോ. മാർജിൻ വരച്ച് കഴിഞ്ഞാലാണെങ്കിലോ അസൈൻമെൻറ്റ് എഴുതാൻ ഭയങ്കര എളുപ്പമായി. ഈ പോകുന്ന പോക്ക് എങ്ങോട്ടേക്കാന്നല്ലേ ഇപ്പം കാണിച്ചു തരാട്ടാ. അസൈൻമെൻറ്റ് എഴുതാതിരിക്കുമ്പോൾ ആണെങ്കിൽ എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് നേരെ കിച്ചണിലോട്ടേക്ക് വന്നതാണ്. ഫ്രിഡ്ജ് തുറന്നപ്പോൾ ആണെങ്കിൽ കുറേ ബത്തക്ക എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ചെറിയ ബത്തക്ക നോക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യുക, ഇതിനെ കുനുകുനാന്ന് കട്ട് ചെയ്തിട്ട് കഴിക്കാം. ആരാണ് മുറിച്ച് ഇങ്ങനത്തെ കോലാക്കിയതെന്ന് അറിയില്ല. എന്തായാലും ഞാൻ അതിനെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടാ തപ്പി നോക്കി. പക്ഷെ ഫസ്റ്റ് നോക്കിയപ്പോൾ ഞാനൊന്നും കണ്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ ബത്തക്ക മാത്രം എടുത്തിട്ട് അതിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ പ്ലേറ്റൊക്കെ എടുത്തിട്ട് വന്നു. നമുക്കിതിനെ കുനുകുനാന്ന് കട്ട് ചെയ്യാം. ഇത് കണ്ടപ്പോൾ എനിക്ക് അത്ര ഓക്കെ ആയില്ല കേട്ടോ. പിന്നെ എന്തെങ്കിലും ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സിട്രസ് ആയിട്ട് എടുത്തത്. അതിൻ്റെ ഹാഫേ എടുത്തിട്ടുള്ളൂ. സിട്രസിനെ ഞാൻ 3 കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. 3ാമത്തെ ഭാഗം കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് ചെറുതായിപ്പോയി. സാരല്ല, എന്തായാലും നമുക്ക് വയറ്റിലേക്ക് പോകേണ്ട സാധനമല്ലേ. അപ്പോൾ അങ്ങനെ അതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോർക്കും കൂടി എടുത്തിട്ട് കഴിക്കാം. പക്ഷെ അതിന് മുന്നേ അത് കഴിക്കാനുള്ളൊരു പ്ലേസും കൂടി കണ്ടെത്താം. അങ്ങനെ അതെടുത്തിട്ട് നേരെ ഞാൻ പോകുന്നത് പുറത്തോട്ടേക്കാട്ടാ പോയത്. പുറത്ത് പോയിരുന്ന് സേഫായിട്ട് ഇത് കഴിക്കാൻ വിചാരിച്ചു. പിന്നെ എന്തെങ്കിലും വ്ളോഗോ എന്തെങ്കിലും കാണാൻ വിചാരിച്ച് അങ്ങനെ അവിടെ ഇരുന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിച്ചു നോക്കാം. അപ്പോൾ വാട്ടർമെലൺ ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ, നല്ല മധുരം ഉണ്ടായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എന്നാൽ പിന്നെ ഞാനിത് വേഗം കഴിച്ച് തീർത്തിട്ട് വരാം കേട്ടോ.
അങ്ങനെ ഇതാ രാത്രി നല്ല ടൈമായിട്ടുണ്ടായിരുന്നേ. ഞാൻ വീണ്ടും അകത്തോട്ടേക്ക് കയറി. എന്നിട്ട് എന്താ ചെയ്യുക, കുറച്ച് വെറുതെ ഫോണൊക്കെ നോക്കിയിരുന്ന് അസൈൻമെൻ്റ് ഒന്നും മൂടുണ്ടായില്ല ഗൈസ്. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കായിരുന്നു. ഇത് കക്കറോട്ടി ആട്ടോ, ചെമ്മീനിട്ട കക്കറോട്ടീനെ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ബീഫ് ഇട്ടിട്ടാണ് ഉണ്ടാക്കാറ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ, നമുക്ക് അയൽവാസി കൊണ്ടു തന്നെയാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യുക, അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടി ഇരുന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടി ഇരിക്കുകയാണ്. കുറച്ച് ടൈമൊക്കെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, എന്നാലും സാറില്ല, എങ്ങനെയൊക്കെയോ എഴുതി കുറച്ചൊക്കെ തീർത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ബാക്കിയുണ്ട് കേട്ടോ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് ഞാനിപ്പോൾ എഴുതിയത്. ഇനി 2 സബ്ജക്റ്റും കൂടെ ബാക്കിയുണ്ട്. ഇനി അതും കൂടെ എങ്ങനെയെങ്കിലും ഇരുന്ന് തീർക്കണം. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകണം. നല്ല ടയേർഡായിട്ടുണ്ട് കേട്ടോ അസൈൻമെൻറ്റൊക്കെ എഴുതി കഴിയുമ്പോഴേക്ക്. അങ്ങനെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും മോർണിംഗ് എഴുതാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ റൂമിൽ നിന്ന് എടുത്ത് വെച്ചില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ ബൈ.